ഹലോ ഡിയർ ചിൽഡ്രൻ, എവിടെ വരെയായി എക്സാമൊക്കെ? റിവിഷനൊക്കെ എവിടെ വരെയായി? നന്നായിട്ട് പഠിക്കുന്നില്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇട്ടിരുന്ന വീഡിയോ ഇഡിയംസ് ആയിരുന്നു. കുറച്ച് ഇഡിയംസ് അതിൻ്റെ മീനിങ്സ് മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അതിനകത്ത് അപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എക്സാമിന് വരിക എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് എക്സാമിന് വരുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ 1-2 വീഡിയോസ് കൂടെ ഇടുന്നുണ്ട്. എക്സാമിന് വരുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ അത് കാണാൻ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. ഓക്കെ, നമുക്ക് നോക്കാം. +2 ഇഡിയംസ് നമുക്ക് നോക്കാം. വൺസ് ഇൻ എ ബ്ലൂ മൂൺ, അത് നിങ്ങൾക്കറിയാമല്ലോ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വെരി റെയർലി, വളരെ അപൂർവമായി അല്ലേ? ഇത് വെറുതെ മീനിങ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഐ ഈറ്റ് ചിക്കൻ ഒൺലി വൺസ് ഇൻ എ ബ്ലൂ മൂൺ. ഒരു വളരെ അപൂർവമായി മാത്രമേ ഞാൻ ചിക്കൻ കഴിക്കാറുള്ളൂ. ഇത് മീനിങ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കേട്ടോ. എക്സാമിനുള്ള അടുത്ത് വരുന്നുണ്ട്, കാണിക്കാം. ബീറ്റ് എബൌട്ട് ദ ബുഷ്. ബീറ്റ് എബൌട്ട് ദ ബുഷ് എന്ന് പറഞ്ഞാൽ വളച്ചൊടിക്കുക, നേരെ പറയാതെ, കാര്യം നേരെ പറയാതെ അവിടെ ഇവിടെയെല്ലാം പറഞ്ഞ് ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക, കാര്യം ഒട്ട് പറയുന്നുമില്ല. അതാണ് ബീറ്റ് എബൌട്ട് ദ ബുഷ്. ഇൻസ്റ്റെഡ് ഓഫ് ബീറ്റിംഗ് എബൌട്ട് ദ ബുഷ് ടെൽ മീ ദ മാറ്റർ ഓപ്പൺലി. കാര്യം എന്താണെന്ന് പറ, നീ ഇങ്ങനെ വളച്ചൊടിക്കാതെ കാര്യം എന്താണെന്ന് പറ. അതാണ് ബീറ്റ് എബൌട്ട് ദ ബുഷ്. ഡോണ്ട് ബീറ്റ് എബൌട്ട് ദ ബുഷ്. നിങ്ങൾ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ അവിടെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ ടീച്ചേഴ്സ് പറയാറില്ലേ ഡോണ്ട് ബീറ്റ് എബൌട്ട് ദ ബുഷ്, കം ടു ദ മാറ്റർ എന്ന്. അത് തന്നെ. അടുത്ത് സിറ്റ് ഓൺ ദ ഫെൻസ്. സിറ്റ് ഓൺ ദ ഫെൻസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ, അല്ലെങ്കിൽ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ എന്നൊക്കെ നമ്മൾ നാടൻ ഭാഷയിൽ പറയും. അത് തന്നെയാണിത്. I haven't decided yet whether to join the job or not. I am sitting on the fence. അപ്പം ജോലിക്ക് ചേരണോ വേണ്ടിയോന്ന് ഇതുവരെ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ ഒരു കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ, ചിലപ്പോൾ ചേരാം, ചിലപ്പോൾ ചേരാതിരിക്കാം. ഓക്കെ, അടുത്തത് നോക്കിയത് നിങ്ങൾക്ക് ടെക്സ്റ്റിലുള്ളതാണ്. ഇതുപോലെ തന്നെയായിരിക്കും നിങ്ങൾക്ക് മോഡൽ എക്സാമിന് വരുന്നതും. Rewrite the following sentence, replacing the underlined words with an appropriate idiomatic expression from the bracket. ബ്രാക്കറ്റിൻ്റെ സ്പെല്ലിംഗ് അവിടെ തെറ്റിപ്പോയി അല്ലേ? സാരമില്ല. അപ്പോൾ നോക്കുക. I am not very fond of movies. I go to theatres very rarely, only when there is a movie which I really want to see. അപ്പോൾ എന്താണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്? അതാണ് വെരി റെയർലി. അപ്പോൾ വെരി റെയർലി എന്നുള്ളതിൻ്റെ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ഏതാണ്? നമ്മളിപ്പോൾ കണ്ടു. ഏതാണ്? വൺസ് ഇൻ എ ബ്ലൂ മൂൺ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ വേർഡ് വെരി റെയർലി എന്നുള്ള വേർഡ് മാറ്റിയിട്ട് ഐ ഗോ ടു തിയേറ്റേഴ്സ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഒൺലി വെൻ ദർ ഇസ്. അപ്പോൾ ആ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ് മാറ്റിയിട്ട് ഇതെഴുതുക. ഓക്കെ, അടുത്ത നോക്കിയേ. അപ്പോൾ ഇതായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. ഇങ്ങനെയായിരിക്കും 1, 2, 3 സെൻറ്റൻസൊക്കെ കാണും. അതിൽ അണ്ടർലൈൻ ചെയ്തിരിക്കും വേർഡ്. അപ്പോൾ ആ വേർഡ് മാറ്റിയിട്ട് അതിന് ചേരുന്ന ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ. അപ്പോൾ നമ്മൾ മുമ്പ് തന്നിരിക്കുന്ന കഴിഞ്ഞ വീഡിയോയിൽ തന്ന ആ ഇഡിയംസ് പഠിക്കുക, മീനിങ്സ് പഠിക്കുക. ഇവിടെ മീനിങ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അടുത്ത് നോക്കി. ലാസ്റ്റ് നൈറ്റ് മൈ ഫാദർ വാസ് അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ. ഹി വാസ് സഫറിങ് ഫ്രം എ ഹൈ ബ്ലഡ് പ്രഷർ ആൻഡ് ഷുഗർ. ദ ഹോൾ ഫാമിലി വാസ് വെരി നെർവസ് ആൻഡ് ടെൻസ്ഡ് ആസ് വി വെയിറ്റഡ് ന്യൂസ് ഫ്രം ദ ഡോക്ടർ. അപ്പോൾ ഇവിടെ എന്താണ്? വെരി നെർവസ് ആൻഡ് ടെൻസ്ഡ് എന്നുള്ള ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിൻ്റെ ഇഡിയോമാറ്റിക് എക്സ്പ്രഷനാണ് ഓൺ ദ എഡ്ജ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ദ ഹോൾ ഫാമിലി വാസ് ഓൺ ദ എഡ്ജ് ആസ് വി വെയിറ്റഡ് ന്യൂസ് ഫ്രം ദ ഡോക്ടർ. അപ്പോൾ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സ് മാറ്റിയിട്ട് മീനിങ് വരുന്ന ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ഓൺ ദ എഡ്ജ് അവിടെ ചേർക്കുക. ഓക്കെ, അടുത്ത നോക്കി. റാം ഈസ് വർക്കിംഗ് ഇൻ എ കോർപ്പറേറ്റ് ഓഫീസ് ഇൻ USA. ഡ്യൂറിങ് ദിസ് കോവിഡ് ടൈം ഹീ ഈസ് ഇൻ സച്ച് എ സിറ്റുവേഷൻ ടു ചൂസ് വെദർ ടു ക്വിറ്റ് ദ ജോബ് ഓർ ടു കണ്ടിന്യൂ ദെയർ. കോവിഡ് ആയതുകൊണ്ട് അവിടെ തുടരണമോ വേണ്ടയോ എന്നറിയില്ല. ഹീസ് ബിറ്റ്വീൻ ഡെവിൾ ആൻഡ് ദ ഡീപ് സീ. എന്താണ്? അപ്പോൾ ഹീസ് ഇൻ സച്ച് എ സിറ്റുവേഷൻ ടു ചൂസ് ബിറ്റ്വീൻ 2 ഈക്വൽ അൺപ്ലസൻറ്റ് സിറ്റുവേഷനാണ്. ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള 2 സിറ്റുവേഷൻ ഒരുമിച്ച് ഫേസ് ചെയ്യേണ്ടി വരിക. ഇപ്പോൾ ഇവിടെ ഒന്നുകിൽ അവിടെ തുടരാം, US തുടരാം. അത് ഭയങ്കര കോവിഡിൻ്റെ സമയത്ത് അത് റിസ്ക്കാണ്. പിന്നെ ജോലി ഉപേക്ഷിക്കുക എന്നുള്ളത് അതും റിസ്ക്കാണ്. അതുകൊണ്ടാണ് ഹീസ് ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് ദ ഡീപ് സീ. ഇതൊക്കെ ഓർത്തിരിക്കണം കേട്ടോ, എക്സാമിന് വരും ഷുവർ. അടുത്ത് ഹാർഡ് ആൻഡ് ഫാസ്റ്റ്. ഇതും വരാൻ സാധ്യതയുള്ളതാണ്. ഹാർഡ് ആൻഡ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് എന്നാണ്. നോക്കി. ദ ഗവൺമെൻറ് ഓഫ് ദ നേഷൻസ് ഈസ് നോട്ട് സ്ട്രിക്റ്റ് വിത്ത് ദ ലോക്ക്ഡൗൺ റൂൾസ് ഡ്യൂറിങ് COVID-19. അപ്പം അതിൻ്റെ മീനിങ് അവിടെ നിങ്ങൾക്ക് സ്ട്രിക്റ്റ് ആണ് അണ്ടർലൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. അവിടെ നിങ്ങൾ അത് മാറ്റിയിട്ട് എന്ത് എഴുതണം? ഹാർഡ് ആൻഡ് ഫാസ്റ്റ് എന്ന് എഴുതുക. അടുത്ത് സേവ് ഫോർ എ റെയിനി ഡേ ടു സേവ് ഫോർ ഫ്യൂച്ചർ. അതായത് ഭാവിയിലേക്ക് സൂക്ഷിച്ച് വയ്ക്കുന്നതിനാണ്. കരുതൽ ശേഖരം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അതിനുവേണ്ടി ഭാവിയിലേക്ക് സൂക്ഷിച്ച് വയ്ക്കുന്നതിനാണ് സേവ് ഫോർ എ റെയിനി ഡേ. അപ്പം പണ്ടത്തെ കഥ നിങ്ങൾ ഓർക്കുന്നില്ല, ആൻഡ് ദ ഗ്രാസ് ഹോപ്പർ.
ഗ്രാസ് ഹോപ്പർ പാട്ടും പാടിയില്ല അല്ലല്ല കളിച്ച് നടന്നു. ആൻഡ് ഈ ഭക്ഷ്യ സാധനങ്ങളൊക്കെ പഞ്ചസാരയും അതും ഇതുമെല്ലാം ശേഖരിച്ച് വെച്ചു അല്ലേ. അപ്പോൾ മഴ വന്നപ്പം ഉറുമ്പിന് നല്ല സുഖമായി. മറ്റവൻ ഇങ്ങനെ നടന്നു, അവനൊന്നും കിട്ടിയില്ല. അപ്പോൾ അതാണ് റെയിനി ഡേയിലേക്ക് സൂക്ഷിച്ചു വെക്കുക. ഐ വിഷ് ടു ബൈ എ ന്യൂ ടി വി ബട്ട് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ നൗ. ഐ മസ്റ്റ് സേവ് ദ മണി ഫോർ ഫ്യൂച്ചർ എമർജൻസീസ്. അപ്പോൾ എനിക്കൊരു പുതിയ നല്ലൊരു സ്മാർട്ട് ടി വി വാങ്ങണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഐ മസ്റ്റ് സേവ് ദ മണി ഫോർ ഫ്യൂച്ചർ എമർജൻസീസ്. അപ്പോൾ +2 ഒക്കെ കഴിഞ്ഞ പിള്ളേരൊക്കെ നിങ്ങളെയൊക്കെ നല്ലൊരു കോളേജിലൊക്കെ അഡ്മിഷനോ അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും കോഴ്സിനൊക്കെ വിടണ്ടേ. അതിനു വേണ്ടിയാണ് ഐ ആം സേവിങ് ഫോർ എ റെയിനി ഡേ. അപ്പോൾ നിങ്ങൾ എന്താണ് ഐ മസ്റ്റ് സേവ് ദ മണി ഫോർ ഫ്യൂച്ചർ എമർജൻസീസ് എന്നുള്ളത് അതാണ് നിങ്ങൾക്ക് മാറ്റേണ്ടത്. അതിന് പകരം നിങ്ങളവിടെ ഐ മസ്റ്റ് സേവ് ഫോർ എ റെയിനി ഡേ എന്ന് ആക്കുക. ഓക്കെ, ഇത്രയും മാത്രമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഇഡിയംസും കൂടി കാണാതെ പഠിക്കുക. നിങ്ങൾക്ക് വരും, ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു ഓൾ.